പുലികളിയുടെ ആവേശത്തിലേക്ക് തൃശൂർ നഗരം ഉണർന്നു കഴിഞ്ഞു. ഇന്നലെ തന്നെ പുലിമടകളൊക്കെ ഉണർന്നു കഴിഞ്ഞു. സർവ്വ സന്നാഹങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ അവസാനവട്ട മുന്നൊരുക്കങ്ങളാണ്, പുലിയൊരുക്കമാണ് നടക്കുന്നത്. നമ്മളുള്ളത് സീതാറാം പുലിക്കളി ദേശത്തിന്റെ മടയിലാണുള്ളത്. അവിടെ പുലിവര ആരംഭിച്ചു കഴിഞ്ഞു. പുലർച്ചെ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ, പെയിന്റ് അരയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ആളുകൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചു. മുൻവർഷങ്ങളെ പോലെ തന്നെ ഇത്തവണയും 9 പുലികളി സംഘങ്ങളാണ് ഇത്തവണത്തെ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇതുവരെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒളരിക്കര ദേശം ആദ്യമായി ആ പുലികളിയിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അവർക്കൊപ്പം തൃശ്ശൂരുകാരല്ലാത്ത അല്ലെങ്കിൽ പുലികളിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത കൊല്ലം സ്വദേശിയായിട്ടുള്ള ദീപ്തിയും മകൻ യതിയും ആദ്യമായി ആ പുലിവേഷം കെട്ടി പരിശീലനം നടത്തി പുലികളാകാൻ ഇറങ്ങുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രത്യേകതയാണ്. അങ്ങനെ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, പുലിക്കളിയിൽ ഒരു അമ്മയും പുലിയും കുട്ടിപ്പുലിയും തമ്മിലുള്ള ബന്ധം എന്നുള്ള നിലയിലേക്കാണ് അവർ അവതരിപ്പിക്കുന്നത്. അയ്യന്തോൾ പുലികളി ദേശത്തിൽ 10 വയസ്സുകാരിയായിട്ടുള്ള ആരാധ്യ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയാണ് അവരുടെ പുലിക്കളി സംഘത്തെ നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ദേശങ്ങളും കുട്ടിപ്പുലികളും പെൺപുലികളും ട്രാൻസ്ജെൻഡർ പുലികളും അങ്ങനെ വ്യത്യസ്തങ്ങളായ നിറങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പുലികളുമായി സജ്ജമാണ്. 35 മുതൽ 51 പുലികളെ വരെയാണ് ഈ പുലികളിയുടെ ഭാഗമായി ഓരോ ദേശങ്ങളും അണിനിരത്തുന്നത്. നിശ്ചല ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ പ്ലോട്ടുകൾ, അതോടൊപ്പം മികച്ച അച്ചടക്കം, അങ്ങനെ താളം, അങ്ങനെ ഓരോ കാറ്റഗറിയിലും മത്സരങ്ങൾ ഇത്തവണത്തെ പുലികളിയുടെ പ്രത്യേകതയാണ്. കോർപ്പറേഷനും അതോടൊപ്പം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുടെ പ്രത്യേക ഫണ്ടുമെല്ലാം സമ്മാനത്തുക പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇത്തവണത്തെ പുലിക്കളി സംഘങ്ങൾക്ക് ആവേശം പകരുന്ന കാഴ്ചയാണ്. ഏതായാലും പുലിവരയിലേക്ക് കടന്നിരിക്കുകയാണ്. ചേട്ടാ, ഇത് എത്രാമത്തെ വർഷമാണ് ഈ പുലിക്കളിയിലേക്ക് അല്ലെങ്കിൽ പുലിക്കളിയുടെ ഭാഗമായി ഈ പുലിവേഷം കെട്ടുന്നത്? ഇവിടെ 3ാമത്തെ പ്രാവശ്യമാണ് സീതാറാം മില്ലിൽ കെട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പോയിന്റിനാണ് ഞങ്ങൾ പോയത്. സെക്കൻഡ് പ്രൈസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സെക്കൻഡ് പ്രൈസ് സീതാറാം മില്ലിൽ തന്നെയായിരുന്നു. സീതാറാം മില്ലിൽ തന്നെ. ഇപ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് മേടിക്കണം, അത് മേടിച്ചിരിക്കും ഇപ്രാവശ്യം. ഇവിടെ തന്നെയാണോ സ്ഥലം? ഇവിടെ തന്നെയാണ്? ഇല്ലല്ല, എൻ്റെ വീട് പാവട്ടിയുടെ ഗുരുവായൂരടുത്ത്. ഇപ്പോൾ എത്ര വർഷമായിട്ട് ചേട്ടൻ പുലികളി രംഗത്തുണ്ട്? ഇപ്പം ഞാൻ ഒരു 6 വർഷത്തോളമായി. 6 വർഷത്തോളമായി ഞാൻ പുലികളി. വയറിങ്ങനെ അതിനായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണോ? ഇത് നമ്മൾ ചെറുപ്പം മുതലൊക്കെയുള്ള വയർ തന്നെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. പുലിവരയുടെ കലാകാരന്മാരൊക്കെ ഉണ്ട്. ചേട്ടാ, എത്ര സമയം വേണം? കന്നഡയിൽ നിന്നുള്ള ആളുകളാണ് വരയ്ക്കുന്നതും മറ്റുമൊക്കെ. ഇത് നമ്മുടെ കാസർഗോഡ് നിന്നുള്ള ടീമാണ്. കാസർഗോഡ് നിന്നുള്ള ഇവര് ഇവിടെ വരയ്ക്കാനൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടാ. ഇത് വെച്ചാല് ഇപ്രാവശ്യം ഇവരെ വിളിച്ചിട്ടുണ്ട്. ഈ ടീമാരെ വിളിച്ചിട്ടുണ്ട്. പല ടീമുകളുണ്ട് നമ്മുടെ ആർട്ടിസ്റ്റുകാർ. അപ്പോൾ ഇവിടെ ഒരു 60-61 പേരുണ്ടാവും മൊത്തം. പുലിവര നടക്കട്ടെ. നമുക്ക് സീതാറാം മിൽ ദേശത്തിൻ്റെതായിട്ടുള്ള ആ പുലികളിയുടെ സംഘത്തിൻ്റെതായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിവിടെ എത്തുന്നത് ഒരു അല്പസമയങ്ങൾക്ക് മുൻപാണ്. പക്ഷേ പുലർച്ചെ രാവിലെ തന്നെ ഇവരുടെ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് എത്ര നേരമായിട്ടുണ്ട്? പുലിവര തുടങ്ങിയിട്ട് ഇന്നലെ രാത്രി 12:30 തുടങ്ങിയതാണ് പുലിവര. നമ്മള് ആദ്യം തന്നെ 3-4 ഫിഗറുകൾ വരച്ചു, പിന്നെ അത് കഴിഞ്ഞ് കോട്ടടിച്ചു. ഇപ്പൊ അടുത്ത വരകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? മഴ പെയ്താൽ പണി പാളുവോ? പണി പാടാൻ സാധ്യതയില്ല, പക്ഷെ എന്നാലും നമുക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് ലാഗ് ചെയ്തിപ്പിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളെല്ലാം പൂർണ്ണമായിട്ട് മുൻപില്ലാത്ത വിധത്തിലൊരു ആവേശം ഇത്തവണത്തെ പുലികളിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. സമ്മാനങ്ങളുടെ കാര്യത്തിൽ കേന്ദ്രമന്ത്രിയുടേതായിട്ടുള്ള പ്രത്യേക സമ്മാനം, അതേപോലെ തന്നെ കോർപ്പറേഷൻ തുക വർദ്ധിപ്പിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇത്തവണ കുറച്ചുകൂടെ പോസിറ്റീവാണ് പുലികളിയെ സംബന്ധിച്ചു. വളരെ പോസിറ്റീവാണ്. കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ എല്ലാ സർക്കാരിൻ്റെ ഭാഗത്തും, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും കേരള സർക്കാരിൻ്റെ ആയാലും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നായാലൊക്കെ ധനസഹായത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം പുലികളി സംഘങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഈ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. കാരണം സാമ്പത്തിക ചെലവ് ഏറി വരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് സാമ്പത്തിക സഹായം ലഭിക്കുന്ന വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. സീതാറാമിന്റെ കാര്യത്തിലോട്ട് കടുത്ത മത്സരമായിരിക്കും ഇത്തവണ. ഒളരിക്കര ദേശമടക്കം പുതിയ എതിരാളികൾ രംഗത്തേക്ക് വരികയാണ്. നമുക്ക് ആര് എതിരാളികളിലും സീതാറാം മിൽ ദേശത്തിന് വിഷയമുള്ള കാര്യമില്ല. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായി നമുക്ക് നിരവധി പ്രൈസുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. പല വെറൈറ്റികളും ഞങ്ങൾ പുറത്തു വിടാറുണ്ട്. പുലിക്ക് പാതകം കൊണ്ടുവന്ന് ആദ്യമായി ഈ പുലികളി
പരിപാടിയിൽ പാതകം കൊണ്ടുവന്നത് സീതാറാമിൽ ദേശമാണ്. ഇപ്രാവശ്യം ഇതര സംസ്ഥാന ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ പുലികളെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-12 പേരോളം ഉണ്ട്. പുതിയ ആളുകളെ നമ്മൾ ഇതര സംസ്ഥാനത്ത് നിന്ന് ഇറക്കിയിരിക്കുകയാണ്. കന്നഡക്കാരാണെന്ന് തോന്നുന്നില്ല. കന്നഡക്കാരാണ്. അപ്പോൾ വെറൈറ്റി, അതായത് പല പുലികളും വെറൈറ്റി രീതിയിലായിരിക്കും ഇറങ്ങുക. പല വരകളും തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ ഇനി ഇതിന്റെ ഒരു വരയിലേക്കൊക്കെ കടന്നാൽ ഒരാൾക്ക് വരച്ചു തീർക്കാൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. എത്ര സമയം ഒരു പുലിയെ വരച്ചു തീർക്കുന്നതിനായിട്ട് വേണ്ടി വരും? ഏകദേശം 1.5-2 മണിക്കൂർ ഏകദേശം ഒരു പുലിനെ വരയ്ക്കാൻ സമയമെടുക്കും വരച്ച് തീരാൻ വേണ്ടിയിട്ട്. അതിന് ഫസ്റ്റ് നമ്മൾ ഒരു പുലി വടിക്കലോട്ട് മേത്തുള്ള രോമങ്ങൾ വടിച്ചിറക്കി തൊട്ട് മൊത്തം ഫിനിഷ് ആവേണ്ടി ഒരു ഏകദേശം 2 മണിക്കൂറോളം വരും. പിന്നീടുള്ള ഈ സമയം വേർപ്പ് പൊടിയാതെ ആളുകൾ ഇങ്ങനെ പുലി വേഷം അഴിക്കുന്ന സമയം വരെ ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. അതെ, 4-5 മണിക്കൂർ ഇതേ ഇതിൽ നിൽക്കും. ഓക്കെ, അങ്ങനെ പുലികളിയുടേതായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു. പുലിവരയുടേതായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. ഹലോ, എത്രാമത്തെ വർഷമാണ് പുലിവേഷം കെട്ടുന്നത്? 4ാമത്തെ വട്ടം. 4ാമത്തെ വട്ടം. സീതാറാമിൽ തന്നെയായിരുന്നു. അതെ. ഈ പുലിവേഷം കെട്ടി വൈകിട്ട് ഇത് അഴിക്കുന്നോളം വരെ ശാരീരികമായി നേരിടുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? എന്താണെന്ന് പറയാമോ? വേർപ്പ് പൊടി പുറത്തേക്ക് അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അത് നിൽക്കാം, കുഴപ്പമില്ല. ആഹാരം ഒക്കെ ആ സമയത്ത് വെള്ളം കുടിയൊക്കെ പ്രധാനപ്പെട്ടാണല്ലോ അല്ലേ? അതെ. ഓക്കെ, അങ്ങനെ പുലികളയുടേതായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാട്ടിക്കൊടുക്കാം. വ്യത്യസ്തങ്ങളായ പുലികളാണ് ഓരോ ആളുടെയും അല്ലെ ഓരോ കലാകാരന്മാരുടെയും ദേഹത്ത് ശരീരത്ത് ഒക്കെ വരയ്ക്കുന്നത്. ഇതിപ്പോൾ ഒരേ പാറ്റേണിലുള്ള പുലികളാണെങ്കിൽ മറ്റ് പുലികളുടെ തയ്യാറെടുപ്പുകളും മറുവശങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പുലികളെ അണിനിരത്തുക, വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളുള്ള പുലികളെ അണിനിരത്തുക, അതിൻ്റെയോടൊപ്പം പുലിത്താളവും പുലിക്കൊട്ടുമെല്ലാം വ്യത്യസ്തങ്ങളാണ്. പുലിത്താളം, ചുവട്, മേളം, പിന്നെ അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന മറ്റ് നിശ്ചല ദൃശ്യങ്ങളടക്കം പ്ലോട്ടുകളടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ പ്രത്യേകതകളും വിലയിരുത്തിക്കൊണ്ടാണ് വ്യത്യസ്തങ്ങളായ ജഡ്ജിങ് പോയിന്റുകളിൽ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് ചുറ്റുമുള്ള വ്യത്യസ്തങ്ങളായ ജഡ്ജിങ് പോയിന്റുകളിലൊക്കെ മാർക്കിടുന്നത്. ആ മാർക്കിട്ട് ഏറ്റവും ഒടുവിൽ അത് കണക്കുകൂട്ടി അതിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുമ്പോഴും സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രാത്രി 12 മണിയും 1 മണിയും ഒക്കെ പിന്നിടും. അത്രയേറെ ടാസ്ക് നിറഞ്ഞാണ് ജഡ്ജസിന് ഈ പുലികളികളുടെ വിജയികളെ കണ്ടെത്തുക എന്നുള്ളത്. ഏതായാലും ഇന്ന് വൈകിട്ട് 4 മണി മുതലാണ് പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ടിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പ്രവേശിക്കുക. അവിടെ നിന്നും 4 കിലോമീറ്റർ അധികമുള്ള സ്വരാജ് റൗണ്ട് ചുറ്റി ഈ പ്ലോട്ടുകൾ അടക്കമുള്ള സംവിധാനങ്ങളും ഒരു ദേശം ഒന്നാകെ വിവിധ പോയിന്റുകളിലൂടെ സഞ്ചരിച്ചാണ് അവർ പുറത്തേക്ക് പോകുന്നത്. ഈ സമയം അതിനു മുൻപ് 2-3 മണിക്കൂർ മുൻപ് മിക്കവാറും ശരി, ലെവിൻ പറഞ്ഞതുപോലെ വലിയ ആവേശമാണ് തൃശ്ശൂർ ഇന്ന് കാണാനാകുക. വൈകിട്ട് 4 മണിയോടുകൂടി പുലികളിറങ്ങും. മത്സരത്തിനപ്പുറത്തേക്ക് വലിയ ആഘോഷമാണ്, സാമ്പത്തികമായുള്ള പ്രതീക്ഷകളുണ്ട്. നന്ദി ലെവിൻ വിവരങ്ങൾക്ക്.